ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഓണത്തിനാകുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഒരു പുതിയ ഓണക്കോടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ബനാറസിയിൽ നമ്മൾ ഇത്ര നാളും കൊണ്ടുവരാത്തൊരു ഫുള്ളായിട്ട് ഇങ്ങനെ ജാലി പാറ്റേൺ വന്നിട്ടുള്ളൊരു ഡിസൈനാണ്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് നമുക്കിതിലുണ്ട്. അതേപോലെ തന്നെ ഓണം സ്പെഷ്യലായിട്ട് നമ്മുടെ ഒരു ഗോൾഡൻ ആൻഡ് ബേജ് കളർ ടോണിൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പല ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫുള്ളി സ്റ്റോക്ക് ഔട്ടാണ്. അപ്പം വീണ്ടും എൻക്വയറീസ് ഉണ്ട് അപ്പോൾ ഇതിന്. അപ്പോൾ അതിൻ്റെ തന്നെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഓണം സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ഡിസൈനിൽ ഇതിൻ്റെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു പാറ്റേണിൽ, പക്ഷേ യോക്കിലോട്ടുള്ള എംബ്രോയ്ഡറിയിലും ദുപ്പട്ടയിലോട്ടുള്ള എംബ്രോയ്ഡറിയിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതെല്ലാം വന്നേക്കുന്ന പ്രീമിയം പ്യുവർ കളക്ഷനാണ്, പ്യുവർ ഫാബ്രിക് ആണ്. ഇതിലോട്ട് വന്നിരിക്കുന്നത് ടിഷ്യൂ ഗോൾഡൻ സരിയും അതുപോലെ തന്നെ സിൽക്കി കോട്ടയുടെയും കൂടെ പ്യുവർ ആയിട്ടുള്ള കളക്ഷനിൽ വന്നിരിക്കുന്നതാണ്. നല്ല സരിയൊക്കെ ആണെങ്കിലും നല്ല ഗോൾഡൻ സരിയാണ് ഇതിൽ വരുന്നത്. പിന്നെ അതിലേക്കൊരു ഓഫ് വൈറ്റ് കളറിലുള്ള ത്രെഡ് വർക്ക്, അത് കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്കാണ്. യോക്കിലോട്ട് ബോക്സ് പാറ്റേൺ ആയിട്ട് ചെയ്തിട്ട് ഇടയ്ക്കൂടെ ചെറിയ സീക്വൻസ് വർക്കും. നെക്ക് നമുക്കിതിൽ റൗണ്ട് നെക്കാണ് ചെയ്യാൻ പറ്റുന്നത്. ഫ്രണ്ടിലോട്ട് സ്കാറ്റേഡ് ആയിട്ട് ചെറിയ എംബ്രോയ്ഡറിയും വരുന്നുണ്ട്. ഇതാണ് ഓവറോൾ ഡിസൈൻ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇത് പ്ലെയിൻ ആയിട്ട് വരും. നല്ല റിച്ച് ലുക്കിംഗ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. സൈഡിലോട്ടുള്ള സരിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു റിച്ച്നെസ് ഇതിൻ്റെ. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ദുപ്പട്ടയാണെങ്കിലും ഈ സെയിം മെറ്റീരിയലാണ് വന്നേക്കുന്നത്. അതിലോട്ട് എംബ്രോയ്ഡറി ചെയ്ത് വന്നേക്കാണ്. കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്കാണ് ദുപ്പട്ടയിലോട്ട് വന്നേക്കുന്നത്. ഉണ്ടോ, ഈവൻ ഇടയ്ക്കൂടെ ഗ്ലാസ് മിറർ വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. എൻഡിലേക്ക് ടാസൽസ് വന്നിട്ടുണ്ട്. 2 സൈഡിലും ബോർഡർ വരുന്നുണ്ട്. താഴെയും ബോർഡർ വന്നിട്ട് ടാസൽസും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് സിംഗിൾ പാറ്റേണിലാണ് വന്നേക്കുന്നത്. അടുത്തതാണ്, ബാക്കിയെല്ലാം സെയിം തന്നെ. ഓരോ പാറ്റേണും ഡിഫറെൻ്റ് ആണ്. യോക്കിലോട്ടുള്ള എംബ്രോയ്ഡറി ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളിതിന് ഡിസൈൻ 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടിട്ടുണ്ടാവും വെബ്സൈറ്റിൽ. ഇതിലേക്ക് വരുമ്പോൾ ദുപ്പട്ട ഇതുപോലെ ഒരു മോട്ടീഫ് പാറ്റേണിലുള്ള എംബ്രോയ്ഡറിയും ഇടയ്ക്കൂടെ ഗ്ലാസ് മിറർ വർക്കും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം അടുത്ത ഇതിൽ തന്നെ ഒരെണ്ണം കൂടെ നമുക്ക് അവൈലബിൾ ആണ്, ഡിസൈൻ 3. അപ്പോൾ ഇത് വരുമ്പോൾ ഇതാണ് പാറ്റേൺ വന്നിരിക്കുന്നത്. ദുപ്പട്ട ഇതിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേൺ താഴെയാണ് ഹെവി ആയിട്ട് വീതി തന്നെയുള്ള എംബ്രോയ്ഡറി വന്നിട്ട് ചെറിയ മോട്ടീവ്സ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ്. അതിൻ്റെ മോട്ടീവ്സിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് മിറർ വർക്ക്. ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ സിൽക്ക്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് റേഞ്ച് വരുമ്പോൾ 4099 ആണ്. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള കാഴ്ചയിൽ പെട്ടെന്ന് നോക്കിയാൽ ഒരേപോലെ തോന്നും. ഇത് കംപ്ലീറ്റ്ലി സിൽക്കി കോട്ട, ഈവൻ ഗോൾഡൻ സരിയും വരുന്നുണ്ട് ഇടയ്ക്കൂടെ. പക്ഷെ അത്രയും നേരത്തെ നമ്മൾ കണ്ട അത്രയും റിച്ച് ഫാബ്രിക് അല്ല. അതുകൊണ്ട് തന്നെ പ്രൈസും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിന് വരുമ്പോൾ 3389 ആണ് വന്നേക്കുന്നത്. പക്ഷേ യോക്കിലോട്ടുള്ള എംബ്രോയ്ഡറി സ്പ്രെഡിങ്ങും അല്ല, അതുപോലെ തന്നെ സിമിലർ ആയിട്ട് തന്നെ ആ ഒരു സെയിം ആ ഒരു ഫിനിഷിൽ തന്നെയുള്ള വർക്കാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ്. അതിൽ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. അത് ഗ്ലാസ് മിറർ വർക്ക് മാത്രം. ആ പ്ലെയിനിൽ വന്നിട്ട് നല്ല അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഗ്ലാസ് മിറർ വർക്ക് കൊടുത്തിട്ട് ഏറ്റവും എൻഡിലേക്ക് ടാസൽസ് കെട്ടിയെടുത്തിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. ബോട്ടം ഇതിൻ്റെ വരുന്നത് പ്യുവർ കോട്ടണിലാണ്. അപ്പോൾ ഇതും അവൈലബിൾ ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബനാറസിയിൽ വന്നിരിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ്, നല്ല ഹെവിയാണ്. നമുക്കൊരു കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ. അപ്പോൾ ഇതിന് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ആ ജാലി പാറ്റേണിൽ വന്നിരിക്കുന്ന വീവിങ് ആണ് വന്നിരിക്കുന്നത് ബനാറസി. താഴെ ബോർഡറും വരുന്നുണ്ട്. ബാക്ക് സൈഡിലോട്ട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് ഏറ്റവും എൻഡിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ നമുക്കിതിന് സ്ലീവ്സ് അഡീഷണൽ ആയിട്ടാണ് വന്നേക്കുന്നത്. ഈവൻ ബോർഡറും വന്നിട്ടുണ്ട്. സ്ലീവ്സും പ്ലെയിൻ ആയിട്ട് വരും. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോർജറ്റും ക്രേപ്പും കൂടെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല ഫ്ലോയി ആണ്. ഇതാണ് ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ് വന്നേക്കുന്നത്. പിന്നെ അടുത്തതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ചെറിയ ബൂട്ടാസ് വരുന്ന ദുപ്പട്ടയാണ് മിഡിൽ പോർഷനിൽ. പിന്നെ സൈഡിൽ ഫുൾ റൗണ്ട് ഒരു ബോർഡറും വരുന്നുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഹെദർ പേർപ്പിൾ ടോണിലോട്ടാണ് വരുന്നത്. ബോട്ടം വരുമ്പോൾ ഷാൻറ്റൂൺ. ഇനി ഇതിൽ അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് വയലറ്റ് കളറാണ് അടുത്തത്. അതിൻ്റെ ദുപ്പട്ട പിന്നെ ബോട്ടം. അടുത്ത ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ബ്ലൂയിഷ് ഗ്രേ, പക്ഷേ ബ്ലൂ ഷെയ്ഡാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഒരു ടിഞ്ച് ഓഫ് ഗ്രേ മിക്സിങ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ദുപ്പട്ട
ബോട്ടം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ഡീപ്പ് പിങ്ക് കളറാണ്. ദുപ്പട്ട ആൻഡ് ബോട്ടം. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് സേജ് ഗ്രീൻ. എല്ലാം നല്ല കളേഴ്സാണ്. നമുക്ക് എപ്പോഴും നമ്മൾ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് കളർ നോക്കാതെ നമുക്ക് ഇല്ലാത്ത ഷെയ്ഡ്സ് നോക്കി നമ്മൾ പർച്ചേസ് ചെയ്യുക. പിന്നെ അതിൻ്റെ ദുപ്പട്ട ആൻഡ് ബോട്ടം. നമ്മളിന്ന് കണ്ട് അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് നമ്മുടെ വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുക. www.dctclothing.store ആണ് വെബ്സൈറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.